ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ്. ഇനിയിപ്പോൾ നാളെയും ശനിയും ഞായറും നല്ല ബഹളമാവും കേട്ടോ. പിന്നെ ലീലാംചിയുള്ള കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ രാവിലെ ഇതാ എണീറ്റു. അപ്പോൾ എണീറ്റ് ഇതേ ചാക്കോ പാച്ചു അവിടെ ഉണ്ട്. തോമു ഓൾറെഡി ഇതാ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവരുടെ യാത്രയപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളിനും ഡിവൈനും ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ ലീലാമ്മച്ചിയാണ് കൂടെ പോണത്. എന്തായാലും ഇവിടെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവർ 3 പേരും കൂടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഡാഡിയുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരാകുമ്പോൾ അവർ 3 ആളും കൂടി ഊബർ എങ്ങാനും വിളിച്ച് പോവും. കുട്ടികളെ കൊണ്ടാക്കിയതിന് ശേഷമാണ് പോകാനായിട്ട് അവർ പ്ലാൻ ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്ന് പേപ്പർ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ പേപ്പർ ഉള്ളിലൊന്നും തുറന്ന് നോക്കാറില്ല. അപ്പോൾ ഇന്ന് ഡാഡി പറഞ്ഞു ഇതാ അകത്ത് നമ്മൾ മരിച്ച 2 പേരുടെയും ഫോട്ടോ ഉണ്ടെന്ന്. അപ്പോൾ ഒന്ന് ഇളയപ്പൻ്റെ, ഞാൻ ഇന്നലെ പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ശവസംസ്കാര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡാഡി പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. പിന്നെ ഇന്ന് ഡേവിയുടെ എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയാണ്. ഞാൻ നോക്കിയപ്പോൾ നാളെ എന്നാണ് കണ്ടത്. അപ്പോൾ ശനിയാഴ്ച. അപ്പോൾ ഇന്നാണ്. അങ്ങനെ എന്താ പറയുക, 2 പേരുടെ ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും അതെ ഓരോരുത്തരെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇതേ മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്ത്യൻസിന് മെയിനായിട്ട് നവംബറിൽ എന്താ പറയുക മരിച്ചവരുടെ മാസമാണ്. അങ്ങനെ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നേരത്തോടെ എല്ലാവരും കഴിച്ചു. ഞാൻ അവസാനത്തേക്ക് നിന്നു. പക്ഷേ ഒടുവിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് കേട്ടോ. വിട്ടുപോവല്ല, തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് പറ്റിയില്ല കഴിക്കാനായിട്ട്. അങ്ങനെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ ആദ്യം തന്നെ കുറച്ച് ബ്രേസ്ലെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഫോട്ടോസാണ് ഞാൻ ഇതിലിട്ടത്. അപ്പോൾ ബ്രേസ്ലെറ്റ് സൂഫിയുടെയാണ്. അപ്പോൾ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം എല്ലാവർക്കും സൂഫി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും വളയാണ് വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വള ആകെ 2-4 ഒരു കളർ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ബ്രേസ്ലെറ്റിലേക്ക് മാറിയിട്ടോ. അപ്പോൾ ബ്രേസ്ലെറ്റും അതേ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ തന്നെ കമ്മലും ലോക്കറ്റും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു സെറ്റായിട്ട് ഉപയോഗിക്കാം. വളയേക്കാളും സൈസ് നോക്കാണ്ട് വാങ്ങിക്കാമല്ലോ ബ്രേസ്ലെറ്റ് ആകുമ്പോൾ. അങ്ങനെ എല്ലാ കളർ സ്റ്റോൺസും ഉണ്ട് കേട്ടോ. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, റൂബി, റെഡ്, വൈറ്റ്, അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ ഇത് വേറെ കല്ലിൻ്റെ പാറ്റേൺ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിള്ളേഴ്സിനെ ഡാഡിയുടെ കൂടെ വിടുകയാണ് കേട്ടോ. അപ്പോൾ 2 ആളും കോഡ് സെറ്റൊക്കെ ഇട്ടിട്ടാണ് പോണേ കണ്ടോ. 2 പേരും മിടുക്കരായിട്ട് പോയി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുങ്ങണതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ ഫോട്ടോ എടുപ്പിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി. നമ്മൾ എന്തെങ്കിലും ഒരു പണി എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എണീക്കാനായിട്ട് വലിയ മടിയാട്ടോ. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും ഇവരൊക്കെ വണ്ടിയിലൊക്കെ കയറി ടാറ്റയൊക്കെ പറയണം. 2 ആളുടെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് കോഡ് ഡ്രസ്സ് ഇടുമ്പോൾ, കോഡ് സെറ്റ് ഇടുമ്പോൾ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് 2 പേരും ഡ്രസ്സ് മാറി വന്നു. ലീലാംജി ഫസ്റ്റിൽ മാറി വന്നു കേട്ടോ. അങ്ങനെ 2 പേരും ഇറങ്ങാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഡിവൈൻ കുറേ ഇങ്ങനെ വണ്ണം കുറഞ്ഞ പോലെ തോന്നുന്നു. അത് ഡ്രസ്സിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ള ഡ്രസ്സാട്ടോ. അങ്ങനെ മീഷോ എന്നാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിയില്ല. അങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഒരു 3 പേര് അമ്മയും മക്കളും പോവാണ്. അപ്പോൾ ഊബറിലാണ്. ഞാൻ പറയാറില്ല, ഇപ്പോൾ ഊബറിലാകുമ്പോൾ എളുപ്പമുണ്ട്. കാരണം പാർക്കിംഗ് ഒന്നും വേണ്ട. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഡാഡിയൊക്കെ പോയി കഴിഞ്ഞാൽ ഡാഡി ആയാലും ഡോണായാലും പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാർക്കിംഗ് ഭയങ്കര പാടാണ്. നമ്മളെ ഇറക്കിയിട്ട് ദൂരെ പാർക്കിംഗ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ്റില്ല. അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അത് ഹോസ്പിറ്റൽ കേസിന് എപ്പോഴും നല്ലത് നമുക്ക് ഊബറാണ്. അപ്പോൾ ഡിവൈൻ എപ്പോഴും ഊബറിൽ തന്നെ പോവുക, ഫിസിയോതെറാപ്പിക്ക് പോയപ്പോഴും ഒക്കെ. അപ്പോൾ ഇന്ന് എർട്ടിക്കയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഡിവൈൻ പറയുന്നത് ഞങ്ങൾ ലാവിഷായിട്ട് പോയിട്ട് വരാമെന്ന്. അങ്ങനെ അവരും കൂടി പോയി കഴിഞ്ഞപ്പോൾ വീട് ശൂന്യമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കാർ പോർച്ച് ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ ചെടികളുടെ അവിടത്തേക്കൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെന്ന് ചെടികളുടെ ഇലകൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ മണി പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് കണ്ടു ഫുള്ള് ഉണങ്ങിയിട്ട് എനിക്ക് എത്തണില്ല. ഞാൻ കുറേ ആഴ്ചയായി പറയണു എനിക്ക് എത്തണില്ല എന്നുള്ളത്. പക്ഷേ ഇതിനൊരു പ്രതിവിധി ഇതുവരെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും തിരക്കുള്ളവരാണ്. ഒരാൾക്കും ഇതിൻ്റെ അടുത്തേക്ക് വരാനുള്ള നേരമില്ല. അപ്പം ഞാൻ ഈ കാറ് ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കിയിടുമ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ അടിയിൽ പോയി എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ ചെയ്യും. ഇന്ന് എനിക്ക് അതിനും പറ്റിയില്ല. ഞാൻ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഡാഡി കാറും കൊണ്ട് വന്നു. പിന്നെ അപ്പം ഞാനത് അവിടെ ഇട്ടു. അപ്പോൾ ഇന്നലെ പിന്നെ നനച്ച കാരണം കുഴപ്പമില്ല. അങ്ങനെ അകത്ത് കയറി ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇനി നമ്മളുടെ കാര്യങ്ങളിലേക്ക്. അപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും
എന്തായാലും ചോറും കറികളും വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ ഇനി വരിക ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ചിട്ടാവും വരിക, വെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴാണ് വരാമെന്നും അറിയില്ല. അങ്ങനെ മണി 10 എപ്പോഴാണ് പുട്ട് തിന്നേണ്ട കാര്യം ഓർത്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മടിയായി. ആ സമയത്ത് ഇരുന്ന് കഴിക്കാനും എടുക്കാനും എന്തോ ഒരു മടി തോന്നി. ഒരു ചെറിയൊരു കഷ്ണം മാത്രം ഞാൻ വെറുതെ ഇങ്ങനെ കഴിച്ചു. പഴമായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ട് ബാക്കി മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ ഓവൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് കൊണ്ടുവന്നു. അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഷീറ്റ് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതേ കൊണ്ടുവന്ന് വെച്ച് അതിനെ കുട്ടപ്പനാക്കി അവിടെ വെച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബോർഡ് മൊത്തം മാറ്റി ഇപ്പം സ്വിച്ചുകൾ ബട്ടണാക്കിയേക്കാം, ടച്ച് സ്ക്രീൻ മാറ്റി ബട്ടണാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവാൻ വഴിയില്ല. അങ്ങനെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്കൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പച്ചക്കറിയല്ലേ, എന്താ വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഒതുക്കലിൽ കുറേ കുപ്പികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതിൻ്റെ ഉള്ളിൽ മൊത്തം അലങ്കോലപ്പെട്ടൊക്കെ എടുക്കണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അത് ആദ്യം ഒതുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുതിര നോക്കിയപ്പോൾ ഒരു കുപ്പിയിൽ കുറച്ച് മുതിര ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ കൂടെ ഇനി പുതിയ മുതിര ഇട്ടാൽ കാര്യമില്ല, പഴയ മുതിര അത് ഒന്നിനും ഏൽക്കില്ല. അപ്പോൾ ഞാൻ ഓർത്തത് നെല്ലികുന്ന് അമ്മ ചെയ്യണ ഒരു പരിപാടിയുണ്ട്, മുതിര വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യും, എന്നിട്ട് നമ്മുടെ സാധാരണ കാച്ചണ പോലെ കാച്ചും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വളരെ കുറച്ച് മുതിര മതി, ഒരു പാത്രം നിറച്ച് കറിയാവും കണ്ടോ. അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത് ചെയ്യാം. പിന്നെ സാമ്പാർ ബാക്കിയിരിക്കുന്നുണ്ട്, അപ്പോൾ അത് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട പൊരിക്കാം, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ എന്താ പറയുക മറ്റേ മുളക് ചമ്മന്തി ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കറിയായിരുന്നു ഇവരൊക്കെ വേഗം എത്തും എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഡോൺ വന്നു. അപ്പോൾ ഡോണിന് ഞാൻ ഭക്ഷണം കൊടുക്കണ തിരക്കിൽ എനിക്ക് ആ ഒരു ഗ്യാപ്പിലുള്ള വീഡിയോ മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഡോണിന് വിടാനായിട്ടുള്ള പരിപാടി നോക്കി, അവനെ മുട്ടയൊക്കെ പൊരിച്ച് അവനെ ചോറൊക്കെ കൊടുത്ത് അവനെ വിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർസ് ഫസ്റ്റ് ഒരു സെറ്റ് വന്നു, രണ്ടാമത് അടുത്ത ബാച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് ഡാഡി ഭക്ഷണം കഴിച്ച് പോവുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മറ്റേ മരിച്ച വീട്ടിലേക്ക് പോകണം, ശവസംസ്കാരത്തിന് പോകണം. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ പോസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ആ വഴിക്ക് പോയിട്ട് എല്ലാം കഴിഞ്ഞ് സമാധാനത്തിലേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സമയത്ത് എല്ലാവരെയും കാണാം. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ന് എന്തോ ഞാൻ പറഞ്ഞില്ല മിനിയാന്ന് ആ സ്കൂളിൽ പോയി വന്നോട് കൂടിയിട്ട് എൻ്റെ കാല് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അത്രയും വണ്ടി കുറേ ദൂരെ ഇട്ടിട്ട് വേണ്ടി വരും പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഇനി കുർബാന ചെല്ലിക്കലുണ്ടാകുമ്പോൾ എല്ലാവരെയും കാണാം എന്ന് വിചാരിച്ച് എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല, ഡാഡീനെ വിട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിരുന്നു എന്നും പറഞ്ഞു കേട്ടോ ഡാഡി. അപ്പോൾ അങ്ങനെ ഊണ് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ യോഗട്ടാണ് എടുത്തത് കേട്ടോ, മറ്റേ ഫ്ലേവേർഡ് യോഗട്ട്. അപ്പോൾ നല്ലതായിരുന്നു. ഞാൻ അന്നാൾ പോയിപ്പോൾ വാങ്ങിച്ചിപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രിംബറിയുടെയാണ് സാധാരണ വാങ്ങിക്കാറ്. ഇതിപ്പോൾ അന്ന് കണ്ടപ്പോൾ ഇതാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കറികളൊക്കെ ഞാൻ പകർത്തി അതിൻ്റെ ഇടയിൽ ഞാൻ പട്ടിക്കുള്ള ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഊറ്റി മാറ്റി വെച്ചു. അത് ഇങ്ങനെ എൻ്റേതായ കുറേ കുട്ടി പണികളുണ്ടല്ലോ, ഞാൻ പറയാറില്ലേ എനിക്ക് കുഞ്ഞു കുറേ പണികളുണ്ടാവുന്നു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മണി 3:10 അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് കുറേ പേരിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് കാണിച്ചു കൊടുക്കാൻ ചില സമയത്ത് പറ്റാറില്ല. കാരണം ആരെങ്കിലും ഒന്നെങ്കിൽ ഗസ്റ്റ് ഉണ്ടാവുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ബ്രേസ്ലെറ്റും മറ്റേ പേളിൻ്റെ മാല ലാസ്റ്റ് കാണിക്കേണ്ട അതും ഇത് 10 പിടിയുടെ മാലകളാണ് കേട്ടോ. അപ്പോൾ ചോദിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് വേഗം ഡിമ്പിൾ എടുത്തതാണ്. ഡിമ്പിൾ വേഗം എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ ഫോട്ടോസ്. അങ്ങനെ അത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൂടെ ഇടാം. കാരണം ആരെ ചോദിച്ചതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഒരു മെസ്സേജ് കണ്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ 10-20 മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരാണെന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെയുള്ള കുട്ടികളോട് ഞാൻ പറയണത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മറുപടി ഒന്നും കണ്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു മെസ്സേജ് അയയ്ക്കുക. കാരണം നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ എനിക്ക് ആ പേരുകൾ ഞാൻ മറന്നു പോകും. പക്ഷെ നിങ്ങൾക്കാകുമ്പോൾ ഹലോ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ അത് മുമ്പിൽ വന്ന് കിടക്കുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ മുകളിലത്തെ മെസ്സേജ് ഞാൻ കാണും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അങ്ങനെ മിസ്സായവരാണ് ഇപ്പോൾ ഈ പേളിൻ്റെ ഇതൊക്കെ ചോദിച്ചവർ. അങ്ങനെ ഞാൻ അവർക്കുള്ള പാലൊക്കെ കൊടുത്ത് ഞാൻ നേരെ നമ്മുടെ ചായ വയ്ക്കാനായിട്ട് റെഡിയായി. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചായ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചായ
വലിയ കുഴപ്പമില്ല. ഞാനതിൻ്റെ ഉള്ളിൽ മസാല, ചില ദിവസം മസാല ടീ ഉണ്ടാക്കും, പല തരത്തിൽ ടീ ഉണ്ടാക്കും. കുട്ടികൾ പറയും മമ്മിയുടെ പരീക്ഷണം ഞങ്ങളോട് വേണ്ടാന്ന് പറയും കേട്ടോ. എനിക്കിഷ്ടം പല വെറൈറ്റി. അപ്പോൾ ഇന്ന് ഞാൻ ലീലാമ്മച്ചോട് ചോദിച്ചു ചെമ്പരത്തിയുടെ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ കുട്ടികൾ പറയുന്നത് മമ്മി കുടിച്ചാൽ മതി, അതൊക്കെ ഞങ്ങൾക്ക് നോർമൽ ചായയും സാധനങ്ങളൊക്കെ തന്നാൽ മതിയെന്ന്. എനിക്കാണ് അത് കൂടുതൽ ഇഷ്ടം കേട്ടോ, വെറൈറ്റി ചായകൾ കുടിക്കാനൊക്കെ ഇഷ്ടം. എനിക്കും ഡോണാണ്. ഞങ്ങളെല്ലാം പരീക്ഷിക്കും, ബാക്കിയുള്ളവരൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അങ്ങനെ ചായ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ പട്ടികൾക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ചായ വെക്കാൻ നിന്നത് കേട്ടോ. കാരണം ഇപ്പം നേരത്തോടെ കൊടുക്കാനായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ നല്ല കൊതുവിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ നേരത്തോടെ കൊതുക് തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഞാൻ ചായ വെച്ച് ഒരു കുഴലപ്പൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഇവിടെ പിള്ളേർ സെറ്റുകൾ പതുക്കെ വന്ന് പാച്ചു ഉറങ്ങായിരുന്നു കേട്ടോ. തോമും ചാക്കവും ഇറങ്ങി. അപ്പോൾ അവരിറങ്ങണോട് കൂടിയിട്ട് ഞാൻ പരിയപ്പുറത്ത് പോയി അവർക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ട്. കണ്ടോ, അവർ കറക്റ്റ് സമയമാകുമ്പോൾ വന്ന് വിളിക്കും. കണ്ടോ, അവിടെ വന്ന് ഇരിപ്പാണ്. ഞങ്ങളുടെ സമയമായില്ലേ മമ്മി എന്താ വരാത്തതെന്നുള്ള ചോദ്യമാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ് കയറിനോട് കൂടിയിട്ട് ഡാഡി വന്നു. ഡാഡി കുട്ടികൾക്കുള്ള സ്നാക്സൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ കിച്ചണിലാണല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ ഇരിപ്പ് മുഴുവൻ കിച്ചണിലാണ്. രാത്രിയിലത്തെ പരിപാടിക്കും ഉള്ള ഇരിപ്പ്, പിന്നെ പോയി വന്ന വിശേഷമാണ്. മരിച്ചോടത്ത് പോയി വന്നിട്ടുള്ള വിശേഷങ്ങൾ പറയാനായിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. അങ്ങനെ ഡോൺ അപ്പോഴേക്കും വന്നു. ഡോൺ കൊണ്ടുവന്നതാണ് ഈ ഒരു ചോക്ലേറ്റ്. നല്ല രസമുണ്ട്, സ്റ്റിക്കാണത്. നല്ല രസമുള്ള ഒരു സംഭവം കേട്ടോ. അതിൻ്റെ സ്റ്റിക്കടക്കം കഴിക്കാം. അങ്ങനെയാണ് കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ ഇവൻ എന്നെ പറ്റിക്കുക, കൈ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് കാണാനില്ലല്ലോ കൈ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൈ എടുത്തിട്ട് എന്നെ കാണിക്കണതാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, വില്ലനായിട്ടാണ് പുറപ്പാട്. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് പറയണേ, എന്തൊക്കെയാണ് ചെയ്യണേന്ന് അവന് തന്നെ പിടുത്തല്ല കേട്ടോ. കുറേ സൂത്രപ്പണികൾ കാണിക്കും. എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല കൗതുകമുള്ള കളികളാണ് കേട്ടോ. അല്ലാണ്ട് എന്താ പറയുക, അലമ്പ് സംഭവങ്ങളൊന്നുമല്ല. മിടുക്കനായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത്. കണ്ടു, ഓരോന്ന് കാണിക്കണം. ഇനി കൈയിട്ടിട്ട് കൈ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒളിപ്പിക്കുക, പിന്നെ പ്രാങ്ക്, ഒളിച്ച് കളിക്കുക. കണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവൻ്റെ കയ്യിൽ. അപ്പോൾ അത് കാണാനായിട്ട് ഇരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വട്ടട്ടിരുന്നപ്പോൾ അവനത് കാണിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. അങ്ങനെ എന്താ പറയുക, മറ്റൊരു രണ്ടുപേരും ടി വിയുടെ മുമ്പിലുണ്ട്, അവിടെ നിന്നുള്ള കളിയാണ്. അപ്പോൾ ഞാൻ ഈ കിച്ചണിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാനോ ഒന്നും മെനക്കെട്ടില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ എപ്പോഴും കാണിക്കുമ്പോഴും അത് കമൻസ് ടേൺ ഓഫ് ആവുകയാണ്. അപ്പോൾ കുറേ പേരുടെ വിചാരം ഞാൻ മനഃപൂർവ്വം കമൻസ് ടേൺ ഓഫ് ചെയ്യണമെന്നാണ്. അല്ല കേട്ടോ, ഇതാണ് സംഭവം. അങ്ങനെ ഡാഡി വരുമ്പോൾ നല്ല വലിയ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അത് നോക്കണ്ട, ഇറച്ചി കൂട്ടണ്ട, മീൻ നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെമ്മീൻ നന്നാക്കണോട് കൂടി ഇന്ന് രാത്രി അത് കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അത് റോസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പം ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ പണികൾ, അതായത് സാധനങ്ങൾ അതാത് ചെപ്പുകളിലേക്ക് ആക്കൽ, അങ്ങനത്തെ പണികൾ നിങ്ങൾക്കറിയാമല്ലോ ഞാനാണ് ചെയ്യുക. അപ്പോൾ ആ പണികൾക്കായിട്ട് ഞാൻ ഒരു വശത്ത് നിന്നു. അപ്പോഴേക്കും ഡാഡി അയേൺ ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാപ്പിപ്പൊടികളാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഓരോ ചെപ്പിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളെടുത്ത് അതാത് കുപ്പികളിലേക്കൊക്കെ ഇട്ടു. അല്ലെങ്കിൽ കുട്ടികൾ ഇതൊന്നും കാണില്ല. അപ്പോൾ ഞാനായിട്ടതൊക്കെ അഴിച്ചിട്ട് അൺപാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എടുത്ത് ഉപയോഗിക്കല്ലേ വേണ്ടു. അങ്ങനെ നോക്കിയപ്പോൾ ഡാഡി അയേൺ ചെയ്ത സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണി അതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നിങ്ങളായാലും കാണുമ്പോൾ വിചാരിക്കും ഈ ആൻറ്റിക്ക് റെസ്റ്റ് ഒന്നുമില്ലേന്ന്. ഞാനും എൻ്റേതായ റെസ്റ്റ് എടുക്കും. നമ്മൾ ആ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഞാൻ വല്ല യൂട്യൂബിലോ അല്ലെങ്കിൽ വല്ല കുക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുക. ആ സമയത്താണ് എനിക്കങ്ങനെ കുറേ നേരം കിടക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇഷ്ടമില്ല. പക്ഷേ കുറച്ച് നേരം വെറുതെ ഇരിക്കാനൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെതാ ഈ പരിപാടികളാണ് അടുത്തത്. ഷർട്ടുകൾ, അതായത് നമ്മൾ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് എടുത്തിടും. അപ്പം ഞാനിത് മൊത്തം ഇട്ടത് അയൺ ചെയ്ത് വന്നതൊക്കെ താഴേക്കാക്കിയിട്ട് ഇടാനുള്ള ഷർട്ടുകളെടുത്ത് മുകളിലേക്ക് വയ്ക്കും. അത് വലിയൊരു പണിയാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട ഷർട്ട് തന്നെ വീണ്ടും 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 ഇട്ടിട്ട് പോകും. അത് തന്നെയാണ് ബനിയൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോഴേക്കും അവിടെ രാത്രിയിലത്തെ ചപ്പാത്തി റെഡിയായി തുടങ്ങി. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുക ചപ്പാത്തി വേണോ എന്നുള്ളത്. ചാക്കോ അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒത്തിരി നേരം നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വരും. അങ്ങനെയാണ് നമ്മുടെ ചാക്കോച്ചൻ. അങ്ങനെ അവൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒതുക്കലായി. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒതുക്കലാണ് എൻ്റെ മെയിൻ പണി, പ്രത്യേകിച്ച് ഡാഡിയുടെ ഷർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്
ഡാഡിയുടെ ഷർട്ടുകൾ അതാത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡാഡിക്ക് എടുക്കാനായാലും കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാനായാലും മുണ്ടുകൾ, ബർമൂടകൾ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ ഒരു ബാഗ് എടുത്താൽ മതി. പള്ളിയിലേക്ക് പോകണമെങ്കിൽ മുണ്ടിൻ്റെ ബാഗ് എടുത്താൽ മതി. പിന്നെ ഷർട്ടുകൾ ഇങ്ങേ വശത്ത് ഇട്ട് വെച്ച ഷർട്ടുകൾ, അതായത് ഒരു വട്ടമൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ വയർപ്പൊക്കെ മാറിയതിന് ശേഷം മടക്കി വയ്ക്കുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ. ഇത് എൻ്റെ സാധനങ്ങൾ, കുർത്തകളൊക്കെ അയൺ ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറയാറില്ലേ, മിക്കവാറും ബോട്ടം ഞാൻ അങ്ങനെ അധികം കൊടുക്കാറില്ല, ടോപ്പുകളാണ് അധികം കൊടുക്കുക. ചിലത് മാത്രമാണ് സെറ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഡിമ്പിളുടെയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം, ലിനൻ്റെയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ടോപ്പുകൾ മാത്രമാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു 2 3 അങ്ങോട്ട് മാത്രമേ ഞാൻ ബോട്ടം അടക്കം കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ടോപ്പുകൾ മാത്രമാണ്. അപ്പോൾ 25 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 25 പീസാകുമ്പോൾ ഞാനെപ്പോഴും കുട്ടികളോട് പറയും, അയൺ ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇട്ട് മാറ്റാണ്ട് ഇടയ്ക്ക്, അതായത് ഒരു വട്ടം ഇട്ട് അപ്പം തന്നെ അലക്കാടാണ്ട് ഒരു കുറേശ്ശെ നേരമല്ലേ ഉള്ളൂ, 2 വട്ടം 3 വട്ടമൊക്കെ ഇട്ടോളൂ. കാരണം അലക്കണ കാശെങ്കിലും തേക്കാൻ കൊടുക്കണ കാശെങ്കിലും നമുക്ക് മുതലാക്കണമെന്ന് ഞാൻ തമാശക്കെങ്കിലും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുർത്തകൾ ഒരു വശത്ത്, ബോട്ടം വേറെ വശത്ത്, സെറ്റായിട്ടുള്ളത് ഒരുത്തിൽ. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റല്ല, സെപ്പറേറ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുമിച്ച് ഒരു മറ്റേ സാരി ബാഗിലാണ് വയ്ക്കുക, സെറ്റുകൾ ഒരെണ്ണത്തിൽ വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ ഈ അയൺ ചെയ്ത് കൊണ്ടുവന്നത് ഞാൻ മാറ്റി വെച്ചിട്ട് മുമ്പ് അയൺ ചെയ്തതെടുത്ത് പുറത്ത് വയ്ക്കും. അതായത് ഇട്ടത് തന്നെ വീണ്ടും വീണ്ടും ഇടുന്ന രീതിയിലാവാണ്ടിരിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എന്നാലും ചില സമയത്ത് അറിയാണ്ട് പെട്ടെന്ന് കയറി വരികയും ചെയ്യും അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച്, അപ്പോൾ ശരിക്കും ഒരു അരമണിക്കൂർ വേണം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് വരാനായിട്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഡാഡിയുടെ സെക്ഷനും ഒതുങ്ങി, എൻ്റെ ചുരിദാർ സെക്ഷനും ഒതുങ്ങി. പിന്നെ ഷോളും സെറ്റൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ചെന്നായിപ്പാറയ്ക്ക് ഫുൾ സെറ്റുകൾ കൊടുത്തയച്ചിട്ടോ. ഡിമ്പിളുടെ ഷൂട്ടിൻ്റെ സാധനങ്ങൾ അങ്ങനെയുള്ള കുറേ സെറ്റുകൾ അന്ന് കൊടുത്തു. അപ്പോൾ അലമാരി ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ഒഴിഞ്ഞു. കാരണം ഞാൻ ഈ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഷോളായിട്ടുള്ള ഫുൾ സെറ്റ് ഉപയോഗിക്കുക. പക്ഷേ എനിക്ക് ടോപ്പ് പാകാവാത്ത അവസ്ഥയിൽ വെറുതെ ഞാൻ ഈ ഷോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ സെറ്റ് ഇങ്ങനെ പണയപ്പാടാക്കേണ്ട കാര്യമില്ലല്ലോ, കിട്ടുന്നവന് പുതിയതായിട്ട് തന്നെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ പ്രാവശ്യം ഇട്ട് വെക്കണ ഡ്രസ്സുകളാണ് ഇപ്പം ഇങ്ങനെ ഈ കാണുന്നത് കേട്ടോ. ഇതിൽ 2 ഇട്ടിട്ടില്ല, 2 ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് വെച്ച് അതവിടെ വെച്ച് ഇങ്ങനെ ഒരു 4-5 മാറി മാറി ഇട്ടതിന് ശേഷമാണ് അത് വാഷ് ചെയ്യാൻ കൊടുക്കുക. അങ്ങനെ വാഷ് ചെയ്യാൻ കൊടുക്കല്ല, നമ്മൾ വാഷ് ചെയ്യുക കേട്ടോ, ഞാനാണ് വാഷ് ചെയ്യുക. അങ്ങനെ ഇന്ന് സാലഡും ചെമ്മീൻ റോസ്റ്റും ചപ്പാത്തിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അവർക്കുള്ള ചിക്കൻ ഞാൻ വേവിച്ചു. ഞാൻ ഇന്നലെയും കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് അവരുടെ ചിക്കൻ, നല്ല പീസുകളാണ്. എന്താണ് അങ്ങനെയെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല സത്യത്തിൽ. അങ്ങനെ ഇന്ന് രാത്രി അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇന്ന് കുറേ ബാങ്കിൻ്റെ കാര്യങ്ങൾ എഴുതി തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനും ഡിംപിളും ഡാഡിയും കൂടിയിട്ട് കുറേ അധികം നേരം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ശരിക്കും കുറേ ലേറ്റായിട്ടോ ഇന്ന്. കാരണം മൊത്തത്തിൽ എല്ലാവരുടെയും ഇന്നത്തെ ദിവസം ലേറ്റായിട്ടായിരുന്നു. പിന്നെ നാളെ ശനിയാഴ്ചയല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പിള്ളേരെ നേരത്തെ വിടുക അങ്ങനത്തെ പണികളൊന്നുമില്ല. അപ്പം ഞാൻ ഡിവൈനോടും പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിൽ എനിക്ക് വന്നാൽ മതി. ഡിവൈനെ സംബന്ധിച്ച് ശനി ഞായർ മാത്രമാണ് കിടക്കാൻ പറ്റുക. ഞായറാഴ്ച ചില സമയത്ത് രാവിലെ കുർബാനയ്ക്ക് പോയാൽ അതും നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു സമാധാനത്തിൽ വന്നാൽ മതി. അതിനതും പറ്റില്ലല്ലോ. ചാക്കോച്ചനൊക്കെ അങ്ങനെയുള്ള ദിവസം നേരത്തോടെ എണീറ്റ് വരും. കുട്ടികളല്ലേ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളേക്കുള്ള കാര്യങ്ങളൊക്കെ ദോശമാവ് ഇരിക്കുന്നുണ്ട്, പിന്നെ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടി പ്രത്യേകിച്ച് നേരത്തോടെ എണീറ്റിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പേരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പേള് ചോദിച്ചിട്ട് ആരാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എന്തായാലും സബ്സ്ക്രൈബറാവും, അല്ലാണ്ട് ഇപ്പോൾ ചോദിക്കാൻ വഴിയില്ല. അപ്പോൾ ഇന്നത്തെ ഇതിൽ കാണുമ്പോൾ ഇതിൽ നിന്ന് ഏതാണോ ഇഷ്ടമായത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏതാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് നിങ്ങൾ പതിവ് പോലെ അഡ്രസ്സും കാര്യങ്ങളും സെൻഡ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേക വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വൈകുന്നേരം ആവണ നേരത്ത് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. പക്ഷേ വന്നേക്കാളും സ്പീഡിൽ മഴ പോയിട്ടോ. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം വളരെ എന്താ പറയുക, പകലൊക്കെ ഒന്നെങ്കിൽ ചൂട് അല്ലെങ്കിൽ മഴ ഏതി കൂടെയൊക്കെയോ വന്നു പോണു, അങ്ങനെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചുമയും പനിയും നീർവീഴ്ചയും തൊണ്ടയിലുള്ള അടവും ഒക്കെ ഉണ്ട് കേട്ടോ.
ചില സ്ഥലങ്ങളിൽ കോവിഡും വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം അത് വേറെ രീതിയിലല്ല, തൊണ്ടയിലൊരു പിടുത്തമായിട്ട് ചുമയാണെന്നാണ് പറയണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നല്ല, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ അപ്പം മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ കാണുക. അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റണ ഒരു സംഭവം കേട്ടോ. നമ്മൾ ചെത്തൂത്തുകളൊക്കെ ചെയ്യുമെങ്കിലും ചില സമയത്ത് അത് നമ്മളെ ഏശില്ല, നമ്മൾ വിചാരിച്ച പോലെ ആവില്ല നമ്മളുടെ പ്രശ്നം. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ ആഴ്ചയൊക്കെ പെരുന്നാളുകളുടെ ആഴ്ചകളാണ്. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് എവിടെയും പെരുന്നാളും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എന്താ പറയുക, കുട്ടികളെ പറ്റിയെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. കുട്ടികളെ സംബന്ധിച്ച് പെരുന്നാൾ കാണുക, ആഘോഷങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നാളത്തെ സാഹചര്യം അനുസരിച്ചാണ് അവരെ കൊണ്ടുപോകട്ടോ. കാരണം ഡോണിന് പനിയുണ്ട്, നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങനെയാവും അറിയില്ല. ഇന്ന് രാവിലെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഉറങ്ങി എണീക്കുമ്പോൾ അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഞങ്ങൾക്കിവിടെ ഭയങ്കര സുഖമാവും. കാരണം പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ലീലാംജിയുള്ള കാരണം അല്ല, എപ്പോഴും നമ്മൾ കുട്ടികളെ കുറ്റം പറയാൻ പാടില്ലല്ലോ. ലീലാംജിയുള്ള കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എപ്പോഴും അപ്പോൾ ഇന്ന് ഡിവൈൻ പറയായിരുന്നു ഡാഡിയുടെ ഒച്ചയൊന്നും കേൾക്കാനില്ല എന്ന്. മറ്റേത് ഡാഡിയാണ് ഈ കുട്ടികളുടെ 3 പേരുടെ ഇടയിൽ നിന്നിട്ട് നിയന്ത്രിക്കുക. അപ്പോൾ വിളിച്ച് തോൽക്കും. പാച്ചു, തോമു, ചാക്കോ എന്ന് വിളിച്ച് തോൽക്കും. ലീലാമിച്ച് വന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു ഒച്ചയും ബഹളമൊന്നും കേൾക്കാനില്ല. അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അവരവരുടെ പണികളിലേക്ക് ഏർപ്പെടാൻ പറ്റുന്നുണ്ട്. കുട്ടികളാണെന്ന് വെച്ചാൽ 3 പേര് ലീലാംച്ചിയുടെ ചുറ്റുമാണ്. പ്രത്യേകിച്ച് പാച്ചു അടുത്തൊന്നും നീങ്ങില്ല കേട്ടോ. അവന് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.